യാതൊരുവിധ വാണിംഗ് കൊടുക്കാതെ നിങ്ങൾ ഈ പീച്ചി ഡാം ഈ പ്രാവശ്യം തുറന്നത് കുറ്റകരമായ അനാസ്ഥയും കൃത്യവിലോപമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്. ഈ കുറ്റകരമായ അനാസ്ഥ ചെയ്ത ആൾക്കാർ, കൃത്യവിലോപം നടത്തിയ ആൾക്കാർക്ക് എതിരെ നിയമ നടപടി കൈക്കൊള്ളണം. അതിനുവേണ്ടിയാണ് നമ്മൾ പരാതികൾ കൊടുത്തപ്പോൾ കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചു. പീച്ചി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മൾ കേരള ഹൈക്കോടതിനെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ കൊടുക്കുന്നത് ബഹുഭൂരിപക്ഷം റവന്യൂ പട്ടയങ്ങളാണ്. മലയോര പട്ടയങ്ങൾ വളരെ കുറവാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ MLA മന്ത്രിയുമായ രാജൻ പോലും അതിൽ പിന്തിരിപ്പൻ സമീപനമാണ് കാണിച്ചത്. അതുകൊണ്ടാണ് ആ പ്രദേശത്തിൻ്റെ വികസനത്തിൻ്റെ പന്താവിലേക്ക് വലിയ സാധ്യത ഉണ്ടായിരുന്ന മലയോര ഹൈവേ റൂട്ട് മാറ്റിയത്. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാജി കോടങ്കണ്ടത്ത് കൊല്ലൂർ മണ്ഡലത്തിൽ പ്രതികരിക്കണം എന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ആഗ്രഹം സഫലമാകുമോ? പ്രൈം ടോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ പൊതുപ്രവർത്തന രംഗത്തൊക്കെ അഭിഭാഷകരായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്. രാഷ്ട്രീയത്തിലല്ല, അപ്പം നമ്മുടെ മന്ത്രിമാരുടെ കാര്യം എടുത്തു നോക്കിയാൽ എല്ലാവരും അഡ്വക്കേറ്റ് എന്ന് നമുക്ക് കാണാം. എന്നാൽ ഈ പഠിച്ച നിയമം രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തനത്തിലും വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ വളരെ അപൂർവമാണ്. അങ്ങനെയുള്ള ഒരു രംഗത്താണ് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരിക്കുന്നത്. നമുക്കറിയാം, ദേശീയപാതയുടെ വിഷയം തൊട്ട് എയർപോർട്ടിൻ്റെ വിഷയം വരെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് കേസുകളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം നിയമം വഴിയൊരു പരിഹാരം, രാഷ്ട്രീയ പരിഹാരത്തിനൊപ്പം തന്നെ നിയമപരമായൊരു പരിഹാരവും തേടുക എന്നുള്ളത് കൊണ്ടാണ് ഷാജി കോടങ്കണ്ടത്ത് എന്ന് പറയുന്ന വക്കീലിനെ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ കാണുന്ന ഒരു സ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദേശീയപാത മുതലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് ഇപ്പം അതിൻ്റെ കേസുകൾ ഏത് തരത്തിലാണ് നിൽക്കുന്നത്? എന്തെല്ലാം കേസുകൾ ഇപ്പോഴും ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട്? മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ അശാസ്ത്രീയമായും സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ നടത്തിയ റോഡ് പണിയാണ് നമ്മൾ ആദ്യമായി ചലഞ്ച് ചെയ്തത്. അത് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറയുന്ന പ്രകാരമുള്ള സുരക്ഷാ മാനദണ്ഡം പാലിച്ചിട്ട് വേണം പണിയാൻ. പക്ഷേ ആരും ചോദിക്കാനില്ലാണ്ടാകുമ്പോഴാണ് ഈ തോന്നിവാസങ്ങൾ നടക്കുന്നത്. അതിനെതിരെയാണ് ആദ്യം കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിലെ കമ്മീഷൻ വെച്ചു. ഹൈക്കോടതി അതിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ റോഡിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് പണി മുന്നോട്ട് പോയത്. അത് കഴിഞ്ഞപ്പോൾ ആ മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിൽ ഒരു 360 പേര് 12 വർഷം കൊണ്ട് മരിച്ചു. അപകട മരണങ്ങൾ. അതൊക്കെ ഈ കമ്പനിയുടെ അശാസ്ത്രീയമായ പണികളും സുരക്ഷാ മാനദണ്ഡമില്ലായ്മനെ അതിനെതിരെയാണ് നമ്മൾ നരഹത്യക്ക് കേസെടുപ്പിച്ചു. അത് ദേശീയപാതയുടെ ചെയർമാൻ അടക്കം കരാർ കമ്പനിയുടെ ഡയറക്ടേഴ്സ് അടക്കമുള്ളവർക്കെതിരെ പീച്ചി പോലീസ് FIR ഇട്ടു. അത് പിന്നെ അവർ കേരള ഹൈക്കോടതിയിൽ പോയിട്ട് കോഷ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷന് പരാതി കൊടുത്തു. അത് പരാതി എന്ന് പറഞ്ഞാൽ ഒരുപാട് കല്ല് പൊട്ടിച്ച് ഒരുപാട് അഴിമതി മണ്ണ് അടക്കം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആരും ചോദിക്കാനില്ലാണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിനെതിരെ സെൻട്രൽ വിജിലൻസ് കമ്മീഷന് പരാതി കൊടുത്തു. അതിൻ്റെ അന്വേഷണം നടക്കുന്നത്. പിന്നെ ഒരു തുരങ്കം തുറക്കണം എന്ന് ആവശ്യപ്പെട്ട് നമ്മൾ വേറൊരു ഹർജി കൊടുത്തു. അറ്റ്ലീസ്റ്റ് ഒരു തുരങ്കം എങ്ങനെ, എന്നിട്ട് അതിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഒരു തുരങ്കം അടിയന്തരമായി തുറന്നത്. അതുപോലെ തന്നെ ഈ പണി പൂർത്തീകരിച്ച ഈ റോഡിൻ്റെ ഉള്ളിൽ കൂടെ ഈ പവർ ഗ്രിഡുകാർ കേബിൾ കൊണ്ടുവന്നപ്പോൾ നമ്മൾ അതിനും OP കൊടുത്തിട്ട് റോഡ് പൊളിക്കാതെ സൈഡിൽ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവർ വേറെ പൈപ്പ് ഇട്ടിട്ടാണ് അന്ന് കൊണ്ടുവന്നത്. അങ്ങനെ നമ്മൾ ആർക്കും വേണമെങ്കിൽ നമ്മളെ പോലെ പ്രതികരിക്കുക. അതിന് നിയമം പഠിക്കൊന്നും വേണ്ട. നമ്മൾ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ ഒരു അഴിമതി അല്ലെങ്കിൽ ഒരു അനീതി അല്ലെങ്കിൽ ഒരു തെറ്റായ പ്രവണത അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടെങ്കിൽ ഒരു പരാതി കൊടുക്കാനോ ഒരു കോടതിയിൽ പോകാനോ സാധാരണക്കാരന് സാധിക്കും. അപ്പോൾ അതിനൊരു ഇൻസ്പിറേഷൻ മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വ്യക്തി എന്നത് അവർക്കൊരു ഇൻസ്പിറേഷൻ മാത്രമാണ്. സർക്കാരിൻ്റെ ചില പദ്ധതികളുണ്ട്. ഇപ്പം തറക്കല്ലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പതിറ്റാണ്ടിൽ കഴിഞ്ഞാൽ ആ പദ്ധതി പൂർത്തീകരിക്കാത്ത ചില അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇപ്പൊ പീച്ചിയിൽ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പാലത്തിന്റെ കാര്യമാണ്. കോടതി പാലം എന്നാണ് ആ പാലം തന്നെ അറിയപ്പെടുന്നത്. ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നിരവധി രാഷ്ട്രീയ സമരങ്ങളും നിയമപരമായ ഇടപെടലുകളും ഒക്കെ അങ്ങ് നടത്തിയിട്ടുണ്ട്. അതിന്റെ ആ പരിശ്രമങ്ങൾ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ആ പദ്ധതി ഒന്ന് യാഥാർത്ഥ്യമാക്കിയത്? ഞാനിപ്പോൾ വന്നിട്ട് ഇവിടെ ഒരു 10-18 വർഷമായി. അപ്പോൾ ഇവിടെ വന്നത് കൃഷിഭൂമി, ഞാനിപ്പോൾ ചെറുപ്പത്തിലെ എനിക്ക് കുറച്ച് പറമ്പൊക്കെയുള്ളതാണ്. അപ്പോൾ അന്നേ മുതൽ കൃഷിയിൽ താല്പര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട് മണലൂരാണ്. അവിടെ ഒന്നും ഇത്രയും നല്ല മണ്ണില്ല. ഈ മലമ്പ്രദേശത്ത് നല്ല മണ്ണ് വേണം, പുഴയുടെ സാന്നിധ്യം വേണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു സ്ഥലം കണ്ടെത്തിയതാണ്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ കുറേ വികസനങ്ങൾ ആവശ്യമുണ്ടെന്ന് തോന്നിയത്. അപ്പോൾ അതോടൊപ്പം തന്നെ ആ ജനങ്ങൾ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളാണ്. ഞാനൊരു നിമിത്തമാണ്. ആ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇവിടെ ഒരു പാലം വരണം. 28 വർഷം മുമ്പ് കല്ലിട്ട് പോയൊരു പാലം.
ആ പാലം കൊണ്ടുവരാൻ മറ്റേ വേറെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഏത് ഗവൺമെന്റ് വന്നു മാറി മാറി വന്നിട്ടുണ്ട് ഗവൺമെന്റ്, അവരൊന്നും ശ്രമിച്ചില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ശ്രമം നടത്തി, കേരള ഹൈക്കോടതിയിൽ പോയി ഒരുപാട് സമരങ്ങൾ നടത്തി, ഹൈക്കോടതിയുടെ വിധിയിൽ നിന്ന് കോടതി ലക്ഷ്യത്തിന് ഹർജി കൊടുത്ത് ഒരുപാട് നിയമ പോരാട്ടങ്ങളും സമര പോരാട്ടങ്ങളും നടത്തിയിട്ടാണ് അത് എത്തിയത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അതൊരു മെസ്സേജാണ്. അതായത് ജനങ്ങൾ, ഒരു നാടിലെ ജനങ്ങൾ ആ നാട്ടിൽ വികസനം വേണമെന്ന് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ചു കഴിഞ്ഞാൽ വികസനം വരും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കോടതി പാലം. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഈ മണലിപ്പുഴയിലെ ആദ്യത്തെ ചെക്ക് ഡാം, മണലിപ്പുഴ ആദ്യത്തെ ചെക്ക് ഡാമാണ് പട്ടലംകുടി ചെക്ക് ഡാം. അതും ഇതുപോലെ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവരുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേരള ഹൈക്കോടതിയിൽ പോയി കേസ് നടത്തി കോടതി ലക്ഷ്യത്തിന് ഹർജി കൊടുത്ത് കേരള ചീഫ് സെക്രട്ടറി കോടതിയിൽ വരുന്ന ഘട്ടം വന്നപ്പോഴാണ് അതിന് 68 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചത്. അപ്പോൾ മണലിപ്പുഴത്തെ ആദ്യത്തെ ചെക്ക് ഡാമാണ്. ഇപ്പോൾ മയിലാട്ടംപാറ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് ഈ ചെക്ക് ഡാമിന്റെ അടുത്തു നിന്നാണ്. എന്നാൽ മലയോര ഹൈവേയുടെ കാര്യത്തിൽ നടത്തിയ സമരങ്ങൾ എത്രത്തോളം ഫലം കണ്ടു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം റൂട്ട് മാറ്റം നടന്നില്ല. അത് പട്ടിക്കാട് നിന്ന് വിലങ്ങന്നൂർ വഴിയുള്ള റൂട്ടിലൂടെ തന്നെയാണ് മലയോര ഹൈവേയുടെ പണികൾ ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് ഇപ്പോൾ അന്തിമഘട്ടത്തിലുമാണ്. അത് ഈ ഇന്ന് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തി കുറവുള്ളതുകൊണ്ടാണത്. അതായത് നമ്മളന്ന് പറഞ്ഞത്, ഇപ്പോൾ ഈ മലയോര ഹൈവേ കൊണ്ടുവരണ ഏതാ, വഴുക്കുംപാറയിൽ നിന്ന് ദേശീയപാതയിലൂടെ വന്ന് വികസനം പൂർത്തീകരിച്ച പീച്ച് റോഡിലൂടെ കൊണ്ടുവരുന്നു. ആർക്കാണ് അതുകൊണ്ട് ഗുണം? ഒരാൾക്കും ഗുണമില്ല. ദേശീയപാതയാണ്, പിന്നെ പീച്ച് റോഡ് ഓൾറെഡി വികസനം പൂർത്തീകരിച്ചതാണ്. അതിനിപ്പം സ്ഥലം ഏറ്റെടുക്കലൊന്നുമില്ല. നമ്മൾ പറഞ്ഞത് വഴുക്കുംപാറയിൽ നിന്ന് മേലച്ചിറ കൂടി മേലച്ചിറ കൂടി ഈ പട്ടലംകുടി കൂടി വരാണെങ്കിൽ, അതിലേ കടന്ന് വരാണെങ്കിൽ, പീച്ച് ഡാം വഴി വരാണെങ്കിൽ ഒരുപാട് അവികസിത പ്രദേശങ്ങൾ വികസനമാവും. മലയോര ഹൈവേ വിഭാവനം ചെയ്യുന്നത് എന്തിനാ? അവികസിത മലയോര പ്രദേശങ്ങളിലേക്ക് ഗതാഗത സൗകര്യം കൂട്ടുന്നതിനാണ് മലയോര ഹൈവേ. അപ്പോൾ ഈ പീച്ചിയുടെ കിഴക്കൻ മേഖലയാണ് ഏറ്റവും അവികസിത സ്ഥലം. അപ്പം ഞങ്ങൾ അന്ന് പറഞ്ഞത് ഈ മഞ്ഞക്കുന്ന് പ്രദേശത്തു കൂടിയൊക്കെ ഇത് വരാണെങ്കിൽ ആ കിഴക്കൻ പ്രദേശത്തിന് വലിയ വികസനം ഉണ്ടാവും. അത് തന്നെയല്ല, ഞാൻ അന്ന് ഈ മലയോര ഹൈവേ റൂട്ട് മാറ്റാൻ ഞാൻ പ്രധാനപ്പെട്ട ആവശ്യത്, ഇതിൽ ബഫർ സോൺ വന്നു. പീച്ചിയുടെ ബഫർ സോൺ വരുമ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ ഈ ബഫർ സോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ റോഡ് വരാൻ പറ്റില്ല, നല്ല റോഡ് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ഡീവിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അത് ഹൈക്കോടതി ആദ്യം ഉത്തരവിട്ടു. 50 കോടി രൂപ വേണമെന്നാണ് സർക്കാർ പറഞ്ഞത്. ഏത് ഗ്രാമീണ റോഡ് വികസനത്തിന് സർക്കാർ കോടതിയിൽ ഇറക്കാൻ പറഞ്ഞു, ഇത് വലിയൊരു വികസനമാണ് എന്ന് പറഞ്ഞിട്ടും ഈ 50 കോടി രൂപ ചെലവാക്കാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞു കേരള ഹൈക്കോടതിയിൽ വീണ്ടും ഞങ്ങൾ പോയി. അപ്പോഴും ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞു, സർക്കാർ നിഷേധാത്മകമായ നിലപാടെടുത്തു. സുപ്രീം കോടതി വരെ പോയി. ആ സുപ്രീം കോടതി അടക്കമുള്ള സ്ഥലങ്ങളിൽ സർക്കാർ നിഷേധാത്മകമായ സമീപനം എടുത്ത് ഇവിടുത്തെ MLA യും മന്ത്രിയുമായ രാജൻ പോലും അതിൽ പിന്തിരിപ്പൻ സമീപനമാണ് കാണിച്ചത്. അതുകൊണ്ടാണ് ആ പ്രദേശത്തിൻ്റെ വികസനത്തിൻ്റെ പന്താവിലേക്ക് വലിയ സാധ്യത ഉണ്ടായിരുന്ന മലയോര ഹൈവേ റൂട്ട് മാറ്റിയത്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് ശ്രമം നടത്തി. നമ്മൾ നിയമപരമായി ചെയ്യാൻ പറ്റുന്നത് ചെയ്തു, ജനങ്ങൾ സമരങ്ങൾ ചെയ്തു. എന്നിട്ട് പോലും അടുത്ത തലമുറയ്ക്ക് നേട്ടം ഉണ്ടാവണം ആ പദ്ധതിയാണ് തുടങ്ങാൻ വെച്ചത്. അതിന് അന്ന് പറഞ്ഞു കേട്ടിരുന്ന ന്യായം, ആ റൂട്ടിലൂടെ ഹൈവേ പണിയുമ്പോൾ ഒരുപാട് പേർക്ക് ഭൂമി നഷ്ടമാകും, അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും, അത് വലിയ മണ്ണിടിച്ചിലിന് സാധ്യത ഉണ്ടാകും എന്നൊക്കെയാണ് അന്ന് അതിനെപ്പറ്റി പലരും പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ചും അങ്ങനെ ഒരു അറിവാണ് അന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് പലരും നൽകിയിരുന്നത്. അതിലെത്രത്തോളം വാസ്തവമുണ്ട്? ഒരു വാസ്തവമില്ല. അവിടെ ഒരു ഏകദേശം ആ റോഡ് പല സ്ഥലങ്ങളിലും വീതികളാണ്. അപ്പോൾ നമ്മൾ അന്ന് ആ റൂട്ടുകൾ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് 1-2 ആളുകളുടെ വീടിന്റെ അവിടെ സൈഡ് മാത്രമേ പോകുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പോൾ അവിടുത്തെ സ്ഥലത്തിന്റെ വില എന്താ? വില കുറവുള്ള സ്ഥലമാണ്. പക്ഷെ നേരെ മറിച്ച് ഈ പീച്ചി റോട്ടിൽ നിന്ന് ഇത് തിരിഞ്ഞ് ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ വില കൂടുതലുള്ളതുകൊണ്ടാണ്, അവിടെ ഓൾറെഡി വികസനം പൂർത്തീകരിച്ചുകൊണ്ടാണ് ആൾക്കാർ ഒപ്പോസ് ചെയ്യണേ. വികസനമില്ലാത്ത സ്ഥലത്ത് കൂടെ റോഡ് വരുമ്പോൾ ആളുകൾക്ക് സന്തോഷമാണ്. എന്നാൽ വികസനം പൂർത്തീകരിച്ച് നല്ല വീതിയുള്ള റോഡ് ഓൾറെഡി ഉള്ള സ്ഥലങ്ങളിലൂടെ ഈ മലയോര ഹൈവേ വരുമ്പോൾ ആൾക്കാർ ഒപ്പോസ് ചെയ്യണ എന്താ? അവർ ഓൾറെഡി വികസനം പൂർത്തീകരിച്ചു, അവർക്ക് ആ വലിയ റോഡിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതുപോലെയുള്ള സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് വരണം. പിന്നെ മണ്ണിടിച്ചിലൊക്കെ വെറുതെ പറയണം. അതൊക്കെ പ്രോപ്പറായിട്ട് കെട്ടി ശാസ്ത്രീയമായി കെട്ടിക്കഴിഞ്ഞാൽ ഒരു മണ്ണിടിച്ചിലും വരില്ല. അതൊക്കെ രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ്, അല്ലാതെ വേറെ ഒരു അതൊക്കെ അൺനെസസറി തർക്കങ്ങളാണ്. ഇപ്പോൾ മലയോര ഹൈവേയുടെ വികസനം വിലങ്ങന്നൂരിൽ വരെ എത്തി നിൽക്കുകയാണ്. ഏതാണ്ട് പണികൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലുമാണ്. വിലങ്ങന്നൂരിൽ നിന്ന് ഹൈവേയുടെ വികസനം സാധ്യമാണെങ്കിൽ പല തടസ്സങ്ങളും ഇപ്പോൾ മുന്നിലുണ്ട്. പ്രധാനമായിട്ടും അവിടെ ഭൂമി വിട്ടുകിട്ടണം, അതുപോലെ തന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ഈ കാര്യങ്ങളിൽ തടഞ്ഞ് ആ വികസനം അവിടെ നിൽക്കുകയാണ്.
ഈ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകളുണ്ടോ? അതിനുള്ള സമമായ ശ്രമങ്ങൾ നടക്കുമോ? അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അതായത് നമ്മൾ ഈ മലയോര ഹൈവേയിൽ ഈ വിഭാവനം ചെയ്യുമ്പോൾ, ഈ കാസർഗോഡ് നിന്ന് ഇത് വിഭാവനം ചെയ്ത് വരുമ്പോൾ, ഇത് അവികസിത സ്ഥലങ്ങളിൽ നല്ല റോഡ് വരുമ്പോൾ ആളുകൾ സ്ഥലം വിട്ടുകൊടുക്കും, സ്വാഭാവികമായിട്ട് വിട്ടുകൊടുക്കും. ഇപ്പം ഞങ്ങൾ വാടാൻപുള്ളി പഞ്ചായത്തിൽ വെങ്കിടങ്ങ് പഞ്ചായത്തിനും ബന്ധിപ്പിക്കുന്ന ഒരു കോടമുക്ക് റോഡ്, കോൽമാട് റോഡ്, ആ റോഡ് 3 മീറ്റർ ആയിരുന്നു, അതിപ്പോൾ 6 മീറ്ററായി. എന്താ കാരണം വെച്ചാൽ ജനങ്ങൾക്ക് അവിടെ വികസനം വരണം. ആ റോഡ് വികസിച്ചാലേ അവർക്ക് ഭൂമിക്ക് വില ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പ്രാധാന്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ സ്ഥലം വിട്ടുകൊടുത്തപ്പോൾ ഞങ്ങൾ 190 തെങ്ങ് മുറിച്ചു, പേപ്പറിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഈ ഗ്രാമീണ പ്രദേശങ്ങളിലെ ആളുകൾക്ക് ആഗ്രഹമുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ വികസനം പൂർത്തീകരിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അവർ അതിന് ഒരു വിമുഖത പ്രകടിപ്പിക്കുന്നത്. അതിന് അവരെ വിശ്വാസത്തിലെടുക്കണം, അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയാണ് കാണിക്കേണ്ടത്. ആ ഇച്ഛാശക്തി കാണിക്കുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാവുക. ഇപ്പൊ ഈ പട്ടളംകുഴി പാലം തന്നെ ഒരു 3 വീട്ടുകാർ സ്വമേധയെ സറണ്ടർ ചെയ്ത സ്ഥലം, ഒരു 3-4 സെന്റ് സ്ഥലത്തോട് സറണ്ടർ ചെയ്താ, അത് അവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ചെയ്തേ. ആ വികസനത്തിന്റെ കൂടെ അവരെ കൊണ്ടുപോവുക ചെയ്തേ. അത് ചെയ്യണതിന് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയാണ് വേണ്ടത്. ഇപ്പോ ഹൈവേയുടെ പണി നടക്കുന്ന പീച്ചി ഡാം റോഡിൽ തന്നെ ഇപ്പൊ KFRയുടെ ഭാഗത്ത് ഹൈവേ പണിക്ക് മുമ്പ് തന്നെ വലിയൊരു മാറ്റം വന്നത് ആ ഭൂഗർഭ വൈദ്യുതിയുടെ ലൈനാണ് അല്ലെ. അത് സ്ഥിരം ആ ഭാഗത്ത് വൈദ്യുതി ലൈനിൽ മരം വീണൊക്കെ ഒരു വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്ന ഇതാണ്. അതിൽ വലിയൊരു ഇടപെടൽ വക്കീൽ നടത്തിയിട്ടുണ്ട്. അത് വലിയൊരു നേട്ടമായിട്ട് കണക്കാക്കണം. അതെങ്ങനെയായിരുന്നു അതിന്റെ? അതിപ്പോ എനിക്ക് എന്റെ പറമ്പില് ഒരു 98 ജാതിയുണ്ട്. ഞാൻ ഈ പറമ്പ് വാങ്ങിയതിന് ശേഷം ഇവിടെ ഈ ഇവിടുന്ന് മോട്ടർ അടിച്ച് വെള്ളം നനയ്ക്കുമ്പോൾ, ഈ ജാതിക്കാണെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം വേണം. പല ദിവസങ്ങളിലും കറണ്ട് പോകുമ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇലക്ട്രിസിറ്റി വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാണ് ഈ KFRയുടെ അവിടുത്തെ മരങ്ങളുടെ കൊമ്പ് വീണിട്ടാണത്. അങ്ങനെ ഒരു ദിവസം ഞാൻ അതിലെ പോകുമ്പോൾ ഒരു മരക്കൊമ്പ് വീണിട്ട് തീ കത്തണു ലൈനിൽ. അപ്പോൾ അത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് മാതൃഭൂമിയിലെ രാഹുലിന് അയച്ചു കൊടുത്തു. രാഹുൽ അത് പത്രത്തിലിട്ടു. അപ്പോൾ അന്നാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഭൂഗർഭ ലൈനിനെ കുറിച്ച് പറഞ്ഞു. അന്നിപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ എത്ര അധികം സ്ഥലങ്ങളിലൊന്നും ഇത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വന്ന സമയത്ത് ആര്യാടൻ മുഹമ്മദ് ഇവിടെ വന്നു. അപ്പോൾ ഈ വൈദ്യുതി നിലയത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അപ്പം ഞങ്ങളൊരു പരാതി കൊണ്ടെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് പോയി അദ്ദേഹത്തിനുണ്ടാവും. അദ്ദേഹം പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല, എളുപ്പമല്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഈ 2 കിലോമീറ്റർ ദൂരമാണ്, ഇത് ഇത്രയും ബുദ്ധിമുട്ട്, അത് പറഞ്ഞു അതിനുള്ള ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കേരള ഹൈക്കോടതിനെ സമീപിക്കുന്നത്. അങ്ങനെ കേരള ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് 1 കോടി രൂപ ചിലവാക്കിയിട്ട് KFRയുടെ അവിടെ ഈ അണ്ടർഗ്രൗണ്ട് കേബിൾ ഇട്ടത്. അതുകൊണ്ട് ഈ പീച്ചി, വെലങ്ങന്നൂര്, മയിലാട്ടുംപാറ ഈ പ്രദേശത്തൊക്കെ ഇപ്പോൾ മരം വീണിട്ട് പോലും വൈദ്യുതി മുടങ്ങുന്നില്ല. അതിൻ്റെ ഒപ്പം ഈ നാട്ടുകാരുടെ ശക്തമായ പിന്തുണയാണ് അതിലൊക്കെ വിജയം കാണാൻ സാധിച്ചത്. LDFന്റെ സർക്കാർ 2ാം വട്ടം അധികാരത്തിലിരിക്കുകയാണ്. ഈ സർക്കാർ പറയുന്ന ഏറ്റവും വലിയ നേട്ടം, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറഞ്ഞാൽ പട്ടയക്കാര്യത്തിൽ നടത്തിയ മുന്നേറ്റമാണ്. മലയോര പട്ടയം ധാരാളമായിട്ട് ഈ കാലയളവിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ്. ആ ഒരു അവകാശവാദം, അത് സർക്കാരിൻ്റെ അവകാശവാദം നിൽക്കട്ടെ, അത് മലയോര സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ആ നിലയ്ക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അങ്ങേക്ക് അറിയാലോ. സത്യത്തിൽ എന്താണ് ഇപ്പോൾ ഈ മലയോര പട്ടയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? ഞാൻ വിവരാവകാശ നിയമപ്രകാരം പലപ്പോഴും അപേക്ഷ കൊടുത്തിട്ട് അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ജോയിന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് സെൻട്രൽ ഗവൺമെന്റ് ഇത്ര ഹെക്ടർ ഭൂമി കൊടുക്കാമെന്ന് അനുവദിച്ച ഭൂമി പോലും പട്ടയം കൊടുത്തിട്ടില്ല. ഇവിടെ കൊടുക്കുന്നത് ബഹുഭൂരിപക്ഷം റവന്യൂ പട്ടയങ്ങളാണ്. മലയോര പട്ടയങ്ങൾ വളരെ കുറവാണ് കൊടുക്കുന്നത്. 3 ഒന്ന് ഈ ജോയിന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ പട്ടയം മുഴുവൻ കൊടുത്തു എന്നുള്ളതിന്റെ കണക്കെന്നാ പുറത്തു കൊടുത്തത്. അത് പുറത്തു വന്നില്ല. ജോയിന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ പട്ടയങ്ങൾ കൊടുത്തിട്ടില്ല. ജോയിന്റ് വെരിഫിക്കേഷൻ കഴിയാത്ത ഭൂമികൾക്ക് ജോയിന്റ് വെരിഫിക്കേഷൻ നടക്കുന്നില്ല. ഇനി സ്റ്റേ പട്ടയങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ വനഭൂമി പട്ടയത്തിൽ ഇപ്പോഴും കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടില്ല. ഈ വനഭൂമി പട്ടയത്തിന്റെ പ്രശ്നം, അതുപോലെ തന്നെ ഒരു ഉടമസ്ഥൻ മരിച്ചു, 2-3 അവകാശികളുണ്ട്, അങ്ങനെ ഒരുപാട് തർക്കങ്ങൾ, കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയമാണ് വനഭൂമി പട്ടയം. അപ്പോൾ ഈ വനഭൂമി പട്ടയത്തിന്റെ പേരിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു സ്പെഷ്യൽ ഓഫീസറെ വെക്കാൻ പറഞ്ഞിട്ട് കുറേ കാലങ്ങളായി. മലയോര സംരക്ഷണ സമിതിക്ക് ഉയർത്തിയ പ്രധാനപ്പെട്ട ആശയത, നിങ്ങളൊരു സ്പെഷ്യൽ ഓഫീസർ വെക്കൂ, ഈ പട്ടയം കൊടുത്ത ഇത് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് കൊടുത്ത് അവസാനിപ്പിക്കട്ടെ. പിന്നെ അവകാശവാദങ്ങൾ എല്ലാവർക്കും പറയാൻ പറ്റും. എൻ്റെ ഒരു വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത അപേക്ഷയുടെ മറുപടി ഇപ്പോഴും അപേക്ഷകൾ 800 ചില്ലാൻ അപേക്ഷകളാണ് കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി കൊടുക്കാനുള്ളൊരു സംവിധാനം തയ്യാറായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ
ഈ പട്ടയുള്ള ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിക്കുക. ഇപ്പം എൻ്റെ പറമ്പിൽ ഇപ്പോൾ തേക്ക് മറ്റേ മഹാഗണിയൊക്കെ ഞാൻ വെച്ചതുണ്ട്, എൻ്റെ പൂർവികന്മാർ വെച്ചതുണ്ട്, ഈ പറമ്പിൻ്റെ മുന്നുടമസ്ഥന്മാർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മുറിക്കണമെങ്കിൽ അനുവാദത്തിന് വേണ്ടി എന്തോരം കാത്തു കെട്ടി കിടക്കണം. അപ്പോൾ അതിലൊക്കെ ഒരു സുതാര്യത വരുത്തണം. കർഷകനെ സംരക്ഷിക്കും, മലയോര കർഷകനെ സംരക്ഷിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിലെ രാഷ്ട്രീയം മാറ്റി നിർത്തിയിട്ട് ജനങ്ങൾക്ക് പ്രാവർത്തികമായി അത് അവർക്ക് അനുഭവിക്കാനുള്ള ഒരു ഇതും കൂടി വേണം. ഏത് അവൻ്റെ പറമ്പിൽ നിൽക്കുന്ന കർഷകൻ്റെ പറമ്പിൽ നിൽക്കുന്ന മരങ്ങൾ മുറിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തണം. അതുപോലെ മലയോര പട്ടയങ്ങൾ കൊടുത്ത് ഇതാക്കണം. അല്ലാതെ രാഷ്ട്രീയമായ പ്രഖ്യാപനങ്ങളും അത് മാത്രം സൂചിപ്പിക്കലും കാര്യമില്ല. അതിൻ്റെ കാലം കഴിഞ്ഞു. ഈ മലയോര സംരക്ഷണ സമിതിയായിട്ട് തന്നെയുള്ള ഒരു കേസ് ഈ ഇടയ്ക്ക് ഉണ്ടായി. ഈ കളക്ടറുടെ ചേംബർ ഉപരോധിച്ചവരെ അവരെ വെറുതെ വിട്ടുകൊണ്ട് ഒരു വിധി വരെയുണ്ടായി. അപ്പോൾ ഇനി അത്തരത്തിലുള്ള കേസുകൾ അവരുടെ പേരിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ നിലവിലുണ്ടോ? അവരുടെ പേരിൽ 2-3 കേസുകളുണ്ട്. ഈ കളക്ടറെ ബന്ദിയാക്കിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അത്രയും ഒരു ജനത അത് രാഷ്ട്രീയല്ലേ. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്. അത് മലയോര പ്രദേശത്തിന്റെ ഒരു വികാരം പ്രകടിപ്പിച്ചാൽ അത് പോലീസ് ആ കേസ് മാറ്റിയപ്പോൾ അത് കളക്ടറെ ബന്ദിയാക്കി എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. അതിൽ സത്യം ആ പാവപ്പെട്ട ആളുകളുടെ കൂടെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് കോടതി അത് വെറുതെ വിട്ടത്. ഇനിയും അവരുടെ പേരിൽ വേറെ പല കേസുകളും നിലനിൽക്കുന്നുണ്ട്. പല പൊതുവിഷയങ്ങളും വളരെ രൂക്ഷമായിട്ട് അഭിപ്രായം പറയുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നതാണ് വക്കീൽ. ഈ ഇടയ്ക്ക് പീച്ചി ഡാമിൽ ഷട്ടർ തുറന്നു വെള്ളപ്പൊക്കം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടൊരു രൂക്ഷമായൊരു പ്രതികരണമായിരുന്നു അത്. അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇറിഗേഷൻ വകുപ്പിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചുമതലയില്ലാത്തത് ചില പ്രശ്നങ്ങളാണ്, വേണ്ട സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാത്തതും കാലതാമസം വരുത്തിയതൊക്കെയാണ്. ഇതൊരു മനുഷ്യനിർമ്മിതമായ ഒരു പ്രളയം എന്ന രീതിയിലാണ് ആളുകൾ പൊതുവെ ഇത് കാണുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടികളായിട്ട് പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് 2018 പ്രളയം ഉണ്ടായി. 2018 പ്രളയം ഉണ്ടായപ്പോഴും ഈ ഡാം മാനേജ്മെന്റിൽ വീഴ്ചയാണെന്ന് ഒരു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ, NGOകളുടെ അന്വേഷണത്തിൽ ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ട സംഗതിയാണ്. അപ്പോൾ 2018 പ്രളയം ഉണ്ടായപ്പോൾ ആ പ്രളയം ഏതൊക്കെ സ്ഥലങ്ങൾ, ഏതൊക്കെ വാർഡിനെ ബാധിച്ചു, ഏതൊക്കെ പ്രദേശങ്ങളെ ബാധിച്ചു, ഏതൊക്കെ വില്ലേജിനെ ബാധിച്ചു, ഏതൊക്കെ വീട്ടുകാരെ ബാധിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തി സ്കെച്ച് തയ്യാറാക്കിയിരുന്നെങ്കിൽ അതിനുശേഷം ഈ മഴക്കാലം വരുമ്പോൾ അവർക്കെങ്കിലും വാണിംഗ് കൊടുക്കാം. അതെ, യാതൊരുവിധ വാണിംഗ് കൊടുക്കാതെ നിങ്ങൾ ഈ പീച്ചി ഡാം ഈ പ്രാവശ്യം തുറന്നത് കുറ്റകരമായ അനവസ്ഥയും കൃത്യവിലോപമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്. ഈ ഇറിഗേഷന് തൃശ്ശൂർ ജില്ലയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇല്ല. പീച്ചി ഡാമിന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻചാർജാണ്, ആ പദവിയില്ല. പിന്നെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്, ഒരു 1.5 വർഷമാണ്ട് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉള്ള. പിന്നെ ഒരു 6 മാസം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓവർസീർ. അങ്ങനെ ചെറിയ ചെറിയ സംവിധാനമുള്ള കൃത്യമായ ഉദ്യോഗസ്ഥന്മാരില്ല. പിന്നെ ഏറ്റവും തമാശ എന്ന് പറഞ്ഞാൽ 25, 26, 27, 28, 29, 30 തീയതികളിൽ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാവുമെന്ന് 25-ാം തീയതി 27-ാം തീയതി സെൻട്രൽ മെട്രോളജിക്കൽ വകുപ്പിന്റെ ഇൻഫർമേഷൻ ഉണ്ട്. അവരുടെ ആ സൈറ്റിൽ പോയാൽ നമുക്ക് അറിയിപ്പുണ്ടായിരുന്നു. അത് പാർലമെന്റിൽ അമിത്ഷാ പറഞ്ഞു. അല്ലാതെ നമ്മൾ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെയും 35 വർഷത്തെ ഈ പീച്ചി ഡാമിലെ വെള്ളത്തിന്റെ അളവുകൾ പരിശോധിച്ച് മഴയൊക്കെ പരിശോധിച്ച് റൂൾ കർവ് പ്രകാരം ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചാർട്ടിൽ ആഗസ്റ്റ് 1-ാം തീയതി 77.13 മീറ്റർ വെള്ളം വേണ്ടു. ഈ വെള്ളം 26-ാം തീയതി 27-ാം തീയതി 28-ാം തീയതി 29-ാം തീയതി ഈ വെള്ളത്തിന് മീതെ വെള്ളം വന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 79 മീറ്ററിന് മീതെ വെള്ളം ഉണ്ടായിരുന്നു. 27-ാം തീയതി 28-ാം തീയതി ഉണ്ടായിരുന്നു, 29-ാം തീയതി ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ ഡാം 26-ാം തീയതി തൊട്ട് ഇത് 30 ഇഞ്ച് തുറന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രളയത്തെ നമുക്ക് അതിജീവിക്കാൻ പറ്റില്ലേ? നമുക്ക് ഈ ഡാമിൽ വെള്ളം ഷട്ടറിന് താഴെ വെച്ചിട്ട് ഈ വെള്ളം ആഗസ്റ്റിലും സെപ്റ്റംബറിലുള്ള മഴയിലും നിറച്ചെടുത്താൽ മതിയില്ലേ? അങ്ങനെയല്ല ചെയ്യാറ്. അതിന് പകരം 26-ാം തീയതി തുറന്നില്ല, 27 തുറന്നില്ല, 28 തുറന്നില്ല, 29 തുറന്നില്ല. 29 രാത്രിയാണ് കളക്ടറോട് 25 ഇഞ്ച് തുറക്കാൻ ആവശ്യപ്പെടുന്നത്. കളക്ടർ 12 ഇഞ്ച് തുറക്കാൻ ആവശ്യപ്പെട്ടു, ഉത്തരവ് കൊടുത്തു. അങ്ങനെ രാത്രിയാണ്, നിങ്ങൾക്കറിയാം, രാത്രി 8 മണി 9 മണിക്കാണ് 12 ഇഞ്ച് തുറക്കണേ. 30-ാം തീയതി പിറ്റേ ദിവസം പുലർച്ചെ 3 മണിക്ക് 25 ഇഞ്ച് തുറന്നു. 7 മണി 8 മണി ആകുമ്പോഴേക്കും 72 ഇഞ്ച് ചരിത്രത്തിൽ തുറന്നു. ഇത് വീഴ്ചയല്ലേ? ഇത് കുറ്റകരമായ അവസ്ഥയല്ലേ? ഇതിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഇപ്പം ഈ പട്ടളംകുഴി ഈ പ്രദേശത്തുള്ള ഈ മണലിപ്പുഴ ഭാഗത്തുള്ള സ്ത്രീകളെ ഉടുതുണി പോലും മാറ്റാൻ സാധിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത്. ഒരു സാധനം പോലും വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് വീണ്ടും ആവർത്തിക്കല്ലേ? ഈ കുറ്റകരമായ അനാസ്ഥ ചെയ്ത ആൾക്കാർ, കൃത്യവിലോപം നടത്തിയ ആൾക്കാർക്ക് നിയമ നടപടി കൈക്കൊള്ളണം. അതിനുവേണ്ടിയാണ് നമ്മൾ പരാതികൾ കൊടുത്തപ്പോൾ കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചു.
പീച്ചി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മൾ കേരള ഹൈക്കോടതിനെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. കളക്ടർ അന്വേഷണത്തിൽ 48 കോടി പറഞ്ഞേ, ഞങ്ങളുടെ ഇവിടെ പല NGOകളും മറ്റുള്ളവർ അന്വേഷിച്ച് 100 കോടി രൂപയിലടുത്ത നഷ്ടം വന്നിട്ടുള്ള കർഷകർക്ക്, വ്യവസായികൾക്ക്, കച്ചവടക്കാർക്ക്, വീട്ടമ്മമാർക്ക് ചെറിയ നഷ്ടമല്ല ഉണ്ടായിട്ടുള്ളത്. ഇതിന് ആരെങ്കിലും ഉത്തരവാദിത്തം പറയണ്ടേ? ഞാൻ ആലോചിക്കുന്നത് റവന്യൂ മിനിസ്റ്ററുടെ മണ്ഡലമാണ് ഈ ഒല്ലൂര്. കേരളത്തിലെ 2ാമത്തെ മണ്ഡലമാണ്. ഈ മണ്ഡലത്തിലെ ഡാമിന്റെ മാനേജ്മെന്റ് ഇതാണ് അവസ്ഥ എന്ന് വെച്ചാൽ കേരളത്തിന്റെ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? അവിടെയാണ് നമ്മൾ. ഇതിൽ രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയമില്ല ഇതിൽ. നിങ്ങൾ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തു എന്ന് പറയണം. പട്ട്ളുംകുഴി പാലം ഉണ്ടാക്കാൻ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ് കേസ് കൊടുത്തത്. പട്ട്ളുംകുഴി തടയണാക്കി കേസ് കൊടുത്തത് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ്. അത് ഉമ്മൻചാണ്ടി ഭരിക്കുന്നു, ഇവിടുത്തെ MLA ആരാണെന്ന് നോക്കിയിട്ടല്ല. വികസന കാര്യത്തിൽ രാഷ്ട്രീയമില്ല. ഇപ്പോൾ പീച്ചി ഹോസ്പിറ്റല് നിർത്തലാക്കി, അപ്പോൾ മറ്റേ ഇറിഗേഷൻ വകുപ്പ് നിർത്തലാക്കിയപ്പോൾ നമ്മൾ കേസ് കൊടുത്ത് സ്റ്റേ വാങ്ങിയിട്ടാണ് അത് ആരോഗ്യവകുപ്പ് ഏറ്റെടുത്തത് കണ്ടിന്യൂ ചെയ്തത്. ഇതിലൊന്നും രാഷ്ട്രീയമല്ല. ജനങ്ങൾക്ക് എന്താണ് ആവശ്യം ആ ജനങ്ങളുടെ ഒപ്പം നിൽക്കുക. അതിൽ യാതൊരുവിധ രാഷ്ട്രീയം നോക്കാറില്ല. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അത് ദേശീയ തലത്തിൽ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിന്റെ ഇടപെടൽ വരെ ഉണ്ടാവുന്ന തരത്തിലേക്ക് അത് മാറിയത്. ദേശീയ പത്രങ്ങൾ വരെ അതിനെ റിപ്പോർട്ട് ചെയ്തു. അതിലത്തെ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണത്തിന്റെ ചായയുടെ ഒക്കെ വില അതെങ്ങനെയാണ് അങ്ങനെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ യൂത്ത് കൗൺസിൽ ഓൾ ഇന്ത്യ പറയുകയായിരുന്നു. അപ്പോൾ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ കേസിന്റെ കാര്യങ്ങൾക്കായി പോകാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപയെ ചായക്ക് കൊടുക്കാമെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഒരു പ്രാവശ്യം യാത്ര ചെയ്യുമ്പോഴാണ് പേഴ്സ് ബാഗിലിട്ട് അത് ലഗേജിൽ വിട്ടു. എൻ്റെ കയ്യിൽ ആകെ 100 രൂപയാണ് എൻ്റെ പോക്കറ്റിലുണ്ടായത്. എനിക്കാണെങ്കിൽ തീരെ വയ്യാത്തൊരു ദിവസം ഞാനൊരു ചായക്ക് 100 രൂപ വെച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ചായ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു കട്ടൻ കാപ്പി മതി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു 150 രൂപ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു വല്ല സ്പെഷ്യൽ ചായ ആണെന്നും സ്പെഷ്യൽ കട്ടൻ കാപ്പിയാന്ന് വെച്ചു. നോക്കുമ്പോൾ ഒരു ചൂടുവെള്ളത്തിൽ ടീ ബാഗ് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അപമാനിതനായ പോലെ 100 രൂപ കയ്യിൽ വെച്ചിട്ട് ഇന്ത്യ രാജ്യത്ത് ഒരു ചായ കുടിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്നൊരു വേദനയുണ്ടല്ല. അതിൽ നിന്നാണ് ഞാൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. പക്ഷെ ആ കത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ എല്ലാ എയർപോർട്ടിലും 10 രൂപയ്ക്ക് ചായയും 15 രൂപയ്ക്ക് കാപ്പിയും 15 രൂപയ്ക്ക് സ്നാക്സും കൊടുക്കാൻ ഉത്തരവിട്ടു. ആ കൊറോണ കാലത്ത് ഇത് പല എയർപോർട്ടുകളിലും ഇത് സജ്ജീകരിച്ചു. എസ്പെഷ്യലി നെടുമ്പാശ്ശേരിയിൽ ഇത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ എയർപോർട്ടിൽ 250 രൂപയ്ക്ക് ചായ കൊടുക്കുന്ന ഒരുപാട് ലോബികളുണ്ട്. അവരുടെ സമ്മർദ്ദം കൊണ്ട് ഇവർ ഒരു പ്രാവശ്യം അടച്ചു. എന്നിട്ട് അത് പുറത്തേക്ക് മാറ്റി വീണ്ടും പരാതി കൊടുത്തു. വീണ്ടും സുപ്രീം കോടതിയിൽ പോയി വീണ്ടും തുറന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും അടച്ചപ്പോൾ വീണ്ടും നമ്മൾ പരാതി കൊടുത്തു. അപ്പോൾ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർപോർട്ടിലെ വലിയ ബിസിനസ് ലോബികളുണ്ട്. അത് 1 കോടി പാസഞ്ചേഴ്സ് പോകുന്ന കൊച്ചിൻ എയർപോർട്ടിൽ 250 രൂപയ്ക്ക് ചായയും 250 രൂപയ്ക്ക് കാപ്പിയും കൊടുക്കുമ്പോൾ എത്ര കോടി രൂപയുടെ ബിസിനസ് നടക്കണം? അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവരുടെ ലോബിയുടെ ഭാഗമായിട്ട് നിൽക്കുക. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടലുകളും എയർപോർട്ട് അതോറിറ്റിയുടെ ഇടപെടലുകളും പല സമയങ്ങളിൽ ഇവർ അതിനെ പൊളിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമ്മളതിൻ്റെ പിന്നാലെയുണ്ട്. അതുകൊണ്ടാണ് അത് സാധാരണക്കാരന് ഒരു വ്യക്തി 250 രൂപയ്ക്ക് ചായ പറയുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി വരുമാനം ഇന്ത്യക്കാരൻ്റെ ശതമാനം 100 രൂപ ഉണ്ടാകും. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവിക വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് അത് അത്രയ്ക്കും പ്രതികരണം കിട്ടിയത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വാക്സിനേഷൻ, ആ കോവിഡ് സമയത്ത് വാക്സിന് 4500 രൂപയൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴും നമ്മളൊരു ഇടപെടൽ നടത്തിയിട്ടാണ് ആ വാക്സിൻ്റെ വില കുറയ്ക്കാനിടയായത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ. ഇപ്പോൾ പാണഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം പാണഞ്ചേരി പഞ്ചായത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ വളരെ നന്നായിട്ട് വക്കീലിനറിയാം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ്സിൽ പൊതുവെ തൃശ്ശൂർ ഒരു ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉള്ളതായിട്ട് നമുക്കറിയാം. ആ ഒരു അസ്വസ്ഥതകൾ നമ്മുടെ പാണഞ്ചേരിയിലെ കോൺഗ്രസ്സിനെ ബാധിച്ചിട്ടുണ്ടോ? പാണഞ്ചേരിയിലെ കോൺഗ്രസ് ഒരു ജില്ലാ കോൺഗ്രസിൻ്റെ അസ്വസ്ഥതകൾ ബാധിക്കുന്ന സ്ഥലമല്ല. പാണഞ്ചേരിയിൽ കോൺഗ്രസ് നേതാക്കളും മിടുക്കന്മാരാണ്, വളരെ കഴിവുള്ള ആൾക്കാരാണ്. പക്ഷേ പല സമയങ്ങളിലും ചില ആശയക്കുഴപ്പത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് മിടുക്കന്മാരാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരുപാട് ജനകീയ മുകളിലുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് കൂടുതൽ കഴിവുള്ള ആൾക്കാരാകുമ്പോൾ ഉണ്ടാകുന്ന കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഉണ്ടാകുന്ന ചില പ്രശ്നത്തിൻ്റെ ഭാഗത്താണ് പാണഞ്ചേരിയിൽ കോൺഗ്രസ്സിന് പലപ്പോഴും ഈ ഭരണം നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഒരു ഐക്യമില്ലെങ്കിൽ ഇപ്പോൾ 2 തവണ പാണഞ്ചേരിയെ സംബന്ധിച്ചും
രണ്ടാമത്തെ തവണയാണ് ഇടതുപക്ഷം പഞ്ചായത്ത് ഭരിക്കുന്നത്. ഈ സംസ്ഥാന തലത്തിൽ ഇടതുപക്ഷ സർക്കാർ രണ്ടാം തവണയാണ്. ഇപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ച് ദീർഘകാല അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇവിടെ പഞ്ചായത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും. ഒരു KPCC സെക്രട്ടറി കൂടി എന്ന നിലയ്ക്ക് ഒരു പുതിയ മിഷൻ ഒക്കെ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പൊ നടന്നു വരുന്നുണ്ടോ കോൺഗ്രസ്? തീർച്ചയായും. എന്തൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ടായിട്ടുള്ളത്? ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഈ നേതാക്കളിൽ തമ്മിലുള്ള അകൽച്ചകൾ ഒഴിവാക്കി നേതാക്കളെ ഒരുമിപ്പിക്കുക, അതുപോലെ തന്നെ ഇതിൽ നിന്ന് പിണങ്ങി നിൽക്കുന്നവർ, വിട്ടു നിൽക്കുന്നവർ ഒരുമിച്ച് കൊണ്ടുവരിക. പിന്നെ രാഷ്ട്രീയപരമായി പഞ്ചായത്തുകൾ നടത്തുന്ന തെറ്റായ നിലപാടുകൾക്കെതിരെ പ്രതികരിക്കുക. പിന്നെ കോൺഗ്രസ് അണികൾക്ക് അനുഭാവികൾക്കെതിരെ ഒരു ആത്മവിശ്വാസം വളർത്തുക. ഒരു കാര്യം സംശയമില്ല, അടുത്ത തവണ ഈ പാണഞ്ചേരി പഞ്ചായത്ത് UDF ഭരിച്ചിരിക്കും. അത്രയ്ക്കും സജീവമായിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് പഞ്ചായത്ത് ഈ പ്രാവശ്യം ഭരണം കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. മണലൂരിലാണ് ജനിച്ചത്. പാണഞ്ചേരി വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 പതിറ്റാണ്ട് ആവുന്നുള്ളൂ. ഈ 2 പതിറ്റാണ്ടിനിടയ്ക്ക് തന്നെ ഈ നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയത്തിലും വലിയൊരു സ്വാധീനം ഷാജി കോടംകണ്ടത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന നേതാക്കൾ ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാജി കോടംകണ്ടത്ത് കൊല്ലൂർ മണ്ഡലത്തിൽ പ്രതികരിക്കണം എന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. വലിയൊരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു പാർട്ടിയിലും കുറെ പേര് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം സഫലമാകുമോ? അല്ല, അതിപ്പം ഞാനിപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിലിപ്പോൾ നാളെ അസംബ്ലി മത്സരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പാർലമെൻറ്റ് മത്സരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പഞ്ചായത്തിൽ മത്സരിക്കാൻ പറ്റുമോ എന്ന ചിന്താഗതിയുടെ ഭാഗമായിട്ടല്ല നടത്തുന്നത്. നമ്മൾ ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനമാണ്. പാർട്ടി പ്രവർത്തനത്തെക്കാളും കൂടുതൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ നാളെ നമ്മൾക്ക് ഇപ്പോൾ എന്തുണ്ടാവും, ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ജനം എങ്ങനെ ചിന്തിക്കാമെന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ പാർട്ടി എങ്ങനെ ചിന്തിക്കാമെന്നറിയില്ല. അപ്പോൾ മത്സര രംഗത്ത് ഉണ്ടാവോ ഇല്ല എന്നുള്ളതൊക്കെ പാർട്ടിയും ലീഡേഴ്സുമാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ അതിലെ ജയവും പരാജയവും ഒക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനകീയമായ വിഷയങ്ങളിൽ ശക്തമായ പ്രതികരിക്കുക, അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കി കൊടുക്കുക, അതിനോട് ആത്മാർത്ഥമായി അവരെ കൂടെ നിൽക്കുക. അത് മാത്രമേ നമുക്ക് ഞാൻ ചോദിച്ചതിന്റെ കാര്യം, വികസന കാഴ്ചപ്പാടിന്റെ കുറവാണ് പല ആളുകൾക്കും ഉള്ള ഒരു പ്രതിസന്ധി രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ വക്കീലെ പോലെ നല്ലൊരു വികസന കാഴ്ചപ്പാടുള്ള ഒരാൾ ഒരു അധികാരത്തിലേക്ക് കൂടെ വരുമ്പോൾ അത് വളരെ വലിയ ഗുണപരമായ മാറ്റം നാടിനുണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്ന വലിയൊരു ആളുകളുണ്ട്. അവരുടെ ഒരു ആഗ്രഹം ആണ് ഞാനിപ്പോൾ ഈ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ആ ചോദ്യം ഞാൻ ചോദിച്ചത്. ഈ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തനം പഠനകാലത്ത് തന്നെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു പഠിത്തവും കാര്യങ്ങളും? സെന്റ് തോമസ് കോളേജിലാണ്. എനമാവ് സ്കൂളിൽ 8 വരെ പഠിച്ചു. പിന്നെ SNGS ശ്രീനാരായണ ഗുരുവിൻ്റെ സ്കൂളിലാണ് പഠിച്ചത്. 9ഉം 10ഉം അവിടെ സ്കൂൾ ലീഡറായിരുന്നു. പിന്നെ സെന്റ് തോമസ് കോളേജിലാണ് പ്രീഡിഗ്രിയും ഡിഗ്രിയും. പിന്നെ ലോ അക്കാഡമിയിലാണ് ഇത് LLB കഴിഞ്ഞത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 10-25 വർഷമായിട്ടാണ് ഇത്. ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു മള്ളൂർ. ഞാൻ 25-ാമത്തെ വയസ്സിലും മത്സരിച്ചു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പഞ്ചായത്ത് മെമ്പറായി. എൻ്റെ വാർഡിൽ ഏറ്റവും കൂടുതൽ വികസനം അന്ന് നടന്നത് എൻ്റെ വാർഡിലാണ്. ഇപ്പോൾ ജനപ്രിയ റോഡിലൊരു പാലം, ഞാൻ AC ജോസ് അന്ന് MP-നെ ഞങ്ങൾ ജനങ്ങളെ കൊണ്ട് വളഞ്ഞു നിർത്തി പിടിച്ച് നിർത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാശ് വാങ്ങിയിട്ടാണ് ആ പാലം പൂർത്തീകരിച്ചത്. അതുപോലെ തന്നെ എൻ്റെ വാർഡിലാണ് അന്ന് വെറ്റിനറി ഹോസ്പിറ്റൽ സ്ഥാപിച്ചത്. എൻ്റെ വാർഡിലാണ്. ഒരുവിധ എല്ലാ റോഡും എൻ്റെ നാട്ടിലന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ നമുക്ക് ജനകീയ കാര്യങ്ങളിൽ ഇടപെടുന്നുള്ള ആഗ്രഹമാണ്. പിന്നെ അതിനുശേഷം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ സുഹൃത്തും നമ്മളൊരു വഴികാട്ടിയാണ്, ജോർജ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഒരു ദിവസം എന്നോട് ചോദിക്കുകയാണ്, ഷാജി, വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ ടു എ സൊസൈറ്റി? ഒരു വല്ലാത്ത ചോദ്യമാണ്. എന്താണ് നിൻ്റെ കോൺട്രിബ്യൂഷൻ സൊസൈറ്റിക്ക് തന്നെ? അപ്പം ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ DC സെക്രട്ടറിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ DC സെക്രട്ടറിയാണ്. ഞാൻ പറഞ്ഞു, അതൊന്നല്ല ചോദിച്ചത്, നിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ? ഞാൻ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം കഴിഞ്ഞു, MLA അല്ല, അസംബ്ലി MP അല്ല, ഒന്നുമല്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിനോട്, നീ കണ്ണ് തുറന്ന് നോക്കിയാൽ നിൻ്റെ ആവശ്യകത ഈ സമൂഹത്തിനുണ്ട്, നിനക്കതിന് കഴിയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഞാൻ ഈ പറമ്പിലിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ പട്ടിലുംകുഴി തടയണ കെട്ടാൻ വേണ്ടി ഇവിടുത്തെ ഈ ഭാഗത്തുള്ള സ്ത്രീകൾ വന്നിട്ട് ഈ മടൽ ചോദിച്ചതിനോട്, ഈ പുഴയുടെ സൈഡ് കെട്ടാൻ. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, അവർ നമുക്കൊരു ചെക്ക് ഡാം കിട്ടിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ആ ചെക്ക് ഡാമിൻ്റെ പിന്നാലെ പോകുന്നത്. അതുപോലെ ആദ്യം നമ്മൾ കേസ് കൊടുക്കുന്നത്, ഞാൻ എൻ്റെ മോളുടെ
ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര് സ്നേഹ റോസ് സ്നേഹ ഷാജി എന്നായിരുന്നു. അപ്പോൾ വൈഫ് പറഞ്ഞു സ്നേഹ റോസ് ഷാജി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയിൽ വന്നപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു, ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് ആദ്യത്തെ ഒപ്പി. അതിലാണ് ഹൈക്കോടതിയുടെ ഓർഡർ വന്നത്, ബർത്ത് സർട്ടിഫിക്കറ്റിൽ നമുക്ക് എപ്പോൾ വേണേൽ പേര് മാറ്റാം. അതിനുശേഷം അത് GI, ആ ഉത്തരവിന് ശേഷം ഒരുപാട് കോടതി വിധികൾക്ക് ശേഷം അത് GI. അതുപോലെ പിന്നെ അടുത്ത ഇടപെടലുണ്ടായത് സനാന മിഷൻ റോഡിൽ, അതായത് ശക്തനിലെ പവർ ഹൗസിലേക്ക് ബിന്ദു മേയറായിരുന്നപ്പോൾ ഒരു ഭൂഗർഭ കേബിൾ കൊണ്ടിരുന്നു. അത് സനാന മിഷൻ റോഡിൽ മാത്രം ഭൂഗർഭ കേബിൾ ഇല്ല. അപ്പോൾ അതിനെതിരെയാണ് ഞാൻ രണ്ടാമത് ഹൈക്കോടതിനെ സമീപിച്ചത്. അങ്ങനെ ഹൈക്കോടതിയുടെ ഇടപെടലാണ് സനാന മിഷൻ റോഡിൽ ഭൂഗർഭ കേബിൾ ഇട്ടത് തൃശ്ശൂർ കോർപ്പറേഷൻ. ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലാണ്. അപ്പോൾ അങ്ങനെയാണ് ജനകീയ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടാൻ തുടങ്ങിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കേസ് കൊടുക്കാതെ തന്നെയാണ് നമ്മൾ പട്ടണംകുടി നമ്മുടെ ടർഫ് ഫുട്ബോൾ കോർട്ട് ഒരു 10-40 ലക്ഷം രൂപയുടെ ജനകീയമായ ടർഫ് ഫുട്ബോൾ ഇവിടുത്തെ നാട്ടുകാരും ആളുകളും സുഹൃത്തുക്കളും നമ്മുടെ പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ ഫണ്ട് തന്നിട്ടാണ് ആ ടർഫ് കോർട്ട്, ആദ്യത്തെ കോർട്ടാണ് പീച്ച് വില്ലേജിൽ. അതുപോലെ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ കൂടിയിട്ടാണ് ഈ പീച്ചിലെ ഇൻഡോർ ഷട്ടിൽ കോർട്ട്. അപ്പോൾ ജനകീയ വികസനം, ജനകീയ ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് പ്രത്യേക കഴിവോ അല്ലെങ്കിൽ പദവിയോ ഒന്നും വേണ്ട. MLA ആവണ്ട, പഞ്ചായത്ത് മെമ്പർ ആവണ്ട, പഞ്ചായത്ത് പ്രസിഡന്റ് ആവണ്ട, MP ഒന്നും ആവണ്ട. മനസ്സുണ്ടായാൽ മതി. ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള മനസ്സുണ്ടായാൽ നമുക്ക് ഒരുപാട് വികസനം കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ തൃശ്ശൂരിലാണ് താമസം. കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഹൗസ് വൈഫാണ് ഭാര്യ. പിന്നെ ഒരു മോള് MBBS ഫൈനൽ ഇയർ ആണ്, സ്നേഹ റോസ് ഷാജി. മകൻ സിയോണസ് കോടങ്കണ്ടത്ത്, അവൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇപ്പോൾ മറ്റേ വീട്ടിലിപ്പോൾ കഴിഞ്ഞപ്പോൾ പുറത്തു പോകാൻ നോക്കണം. ഇത്രയും നേരം ഈ വിലപ്പെട്ട സമയം ഞങ്ങളായിട്ട് ചെലവഴിച്ചതിന്